ക്ലാവിസ് ഇ വിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ഡ്രൈവിന്റെ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ഈ സെലക്ട് നോബാണ്. 3 സ്റ്റെപ്പിൽ റീജനറേഷൻ കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഐ പെഡൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇതൊരു മറ്റേ ചാർജിങ് സ്ലോട്ടിന്റെ പോയിന്റ് ആണ്. വളരെ ക്ലാരിറ്റിയോടുള്ള വലിയ വലുപ്പത്തിൽ നല്ല വലുപ്പമാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. കിയയുടെ ലൈനപ്പിലെ തേർഡ് ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഫസ്റ്റ് രണ്ടെണ്ണം അധികം ആളുകളിലേക്ക് എത്തിയില്ല. യെസ്, ഇറ്റ് വാസ് നോട്ട് എ വോള്യൂം സെല്ലർ. ഫസ്റ്റ് വാസ് EV6. EV6ന് ശേഷം EV9 വന്നു. ഇത് രണ്ടും ഒരു അബവ് 50 lakhs, പിന്നെ ഒരു കോടിക്ക് മുകളിലൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു വോള്യൂം സെല്ലറായിട്ട് ഇപ്പോൾ കിയ കൊണ്ടുവരുന്ന ആദ്യത്തെ വാഹനമാണ് കിയ കാരൻസ് ക്ലാവിസ് EV. ഏകദേശം ഒരു 2 മാസം മുമ്പ് ഞാൻ ബാംഗ്ലൂരാണ്. ഇപ്പം ഞാൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വന്നത് കാരൻസ് ക്ലാവിസിൻ്റെ ഷൂട്ടിന് വേണ്ടിയാണ്. കാരൻസിൻ്റെ ക്ലാവിസിൻ്റെ പുതിയ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിരുന്നു. അതിൻ്റെ ഷൂട്ടിന് വേണ്ടി വന്നിരുന്നു. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക് വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്ലാവിസ് EV. സോ ക്ലാവിസിൽ നിന്ന് ക്ലാവിസ് EVയിലേക്ക് വന്നപ്പോൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ അതൊരു ഇലക്ട്രിക് വേർഷൻ ആയി എന്നുള്ളതാണ്. മറ്റേത് നമുക്ക് ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ ഇലക്ട്രിക് വേർഷനിലേക്ക് EV അല്ലെങ്കിൽ ക്ലാവിസ് EV എന്ന പേരിൽ വന്നിരിക്കുന്നു. വ്യത്യാസം അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ടിൽ നമ്മൾ ക്ലാവിസിൽ കണ്ടതുപോലെ തന്നെ ഒരു സ്റ്റാർ മാപ്പ് LED കണക്റ്റഡ് DRLs വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. റിയറിലെ സ്റ്റാർ മാപ്പ് LED കണക്റ്റഡ് ടെയിൽ ലാമ്പുമാണ് വന്നിരിക്കുന്നത്. അത് ക്ലാവിസിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബമ്പർ ഡിസൈൻ ഏകദേശം സിമിലർ ആണ്. അതിനകത്ത് വന്നിരിക്കുന്ന ആകെ ഒരു ഫ്രണ്ടിൽ 2 ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. എക്സെപ്റ്റ് നമുക്ക് കുറച്ച് EV സ്പെസിഫിക് ഡിസൈൻ എലമെൻറ്റ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സിമിലർ ആണ്. സോ EV സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഡിസൈനിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിലൊന്ന് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ആക്റ്റീവ് എയർ ഫ്ലാപ്പാണ്. അത് നമ്മുടെ ബാറ്ററിയൊക്കെ കൂൾ ചെയ്യാനായിട്ട് ഉള്ളൊരു ആക്റ്റീവ് എയർ ഫ്ലാപ്പാണ്. അതിനോടൊപ്പം ഇതൊരു മറ്റേ ചാർജിങ് സ്ലോട്ടിൻ്റെ പോയിൻ്റാണ്. വളരെ ക്ലാരിറ്റിയോടുള്ള വലിയ വലുപ്പത്തിൽ നല്ല വലുപ്പമാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. ചാർജിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. അതുപോലെ തന്നെ DC ACയുടെയും DCയുടെയും ചാർജിങ് സ്ലോട്ടും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു EV സ്പെസിഫിക് ഡിസൈനിൽ വന്നിരിക്കുന്നത്. അലോയ് വീൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ക്ലാവിസ് ആയിട്ട് ഇതൊരു എയറോ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതൊരു EV സ്പെസിഫിക് അലോയ് വീലാണ്. ഇത് ഡ്രാഗൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് EV സ്പെസിഫിക് വരുന്നുണ്ട്. അതിനകത്ത് ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. 17 inch വീൽസാണ് വരുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കില്ല. ക്ലാവിസുമായിട്ട് നമുക്ക് ഫുൾ സിമിലാരിറ്റി നമുക്ക് സൈഡിൽ നിന്ന് ഫീൽ ചെയ്യും. ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വ്യത്യാസം ബാഡ്ജിങ്ങിൽ മാത്രമാണ്. ആ ഒരു ക്ലാവിസ് EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുള്ളതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ക്ലാവിസ് ആയിട്ട് നോക്കുമ്പോൾ. പിന്നെയുള്ളതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നത് 216 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്കിപ്പോൾ ക്ലാവിസ് EV തരുന്നത്. നോർമലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു EV ആകുമ്പോൾ അതിൻ്റേതായ ഒരു ബൂട്ട് സ്പേസ് കുറയാൻ സാധനമാണ്. ബാറ്ററി പാക്കെല്ലാം വന്നിരിക്കുന്നത് അത് തന്നെ ഇതിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ 50-50 എന്നുള്ള രീതിയിൽ നമുക്ക് തേർഡ് റോ ഫോൾഡ് ചെയ്യാം. അന്നേരം നല്ല രീതിയിലുള്ള ലഗേജ് സ്പേസ് കിട്ടും. ഇനിയിപ്പോൾ അതുമല്ല ഫ്രണ്ടിൽ 2 പേരുള്ള കൂടുതൽ ലഗേജ് ഉണ്ടെങ്കിൽ 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് നമുക്ക് സെക്കൻഡ് റോയും വരുന്നത്. ഇനി ഒരു സ്പേസും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഫുൾ സീറ്റും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 216 ലിറ്ററിൻ്റെ സ്പേസ് കിട്ടുന്നു. ഇനി അത് കൂടാതെ നമുക്ക് ചെറിയൊരു ഫ്രണ്ട് സ്പേസും കിട്ടുന്നുണ്ട്. 25 ലിറ്റേഴ്സിൻ്റെ അതും കാണാം. സോ ആ 25 ലിറ്റേഴ്സിൻ്റെ ഫ്രണ്ട് സ്പേസ് വരുന്ന ഇവിടെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം കംപ്ലീറ്റ് ചാർജിങ് കാര്യങ്ങളും യൂണിറ്റും അതിൻ്റെ കേബിളും എല്ലാം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബൂട്ട് സ്പേസ് ബാക്കിലുള്ളത് നമുക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 216 പിന്നെ ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫ്രണ്ടിൽ പ്രോപ്പറായിട്ട് കവേർഡായിട്ട് വെച്ചിട്ടുണ്ട്. സോ ക്ലാരിസിൽ നിന്ന് ക്ലാരിസ് EVയിലേക്ക് വന്നപ്പോൾ ഇൻറ്റീരിയർ സിമിലർ ആണ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് കംപ്ലീറ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ പഴയ കാരൻസ് ആയിട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ്. അത് ഞാൻ ക്ലാവിസിൻ്റെ സമയത്ത് ഞാൻ പറയുന്നു. ക്ലാവിസിൻ്റെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണെങ്കിലും ക്ലാവിസുമായിട്ട് നോക്കുമ്പോൾ ക്ലാവിസ് EV ഇപ്പോൾ നിങ്ങൾ കാണുന്ന EV ഇസ് കംപ്ലീറ്റ്ലി സെയിം. ഈ ഒരു ഫ്രണ്ട് സ്പേസ് കംപ്ലീറ്റ്ലി സെയിം ആണ്. ഈ ഒരു ടെക്സ്ചർ എല്ലാം സെയിം തന്നെയാണ്. സ്ക്രീൻ വരുന്ന ഒരു ഫുൾ
LED സ്ക്രീനാണ് വരുന്നത്, ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത്. ഒരു 12.3 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും 12.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ് വരുന്നത്. അത് ലുക്സ് ഓൾമോസ്റ്റ് സെയിം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കുറച്ച് EV സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിനകത്ത് ചാർജ് എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട്, അതുപോലെ DT അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് EV സ്പെസിഫിക് കാര്യങ്ങൾ ഒരു റേഞ്ച് ഗൈഡ് പോലെ നൽകിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ AC വെൻറ്റ് കാര്യങ്ങളാണ്. പിന്നെ സെൻട്രൽ നമുക്ക് ക്ലാവിസ് കിട്ടിയ പോലെ ഡ്യുവൽ കൺട്രോൾ ഒരു പാനലാണ് നമുക്ക് വരുന്നത്. AC-യും അതുപോലെ തന്നെ ഈ ഒരു AC-യുടെ കൺട്രോൾസും അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും എല്ലാം ഈ ഒരു പാനലിൽ തന്നെ നമുക്ക് കിട്ടും. അത് 1 ടച്ച് ഒരു ഡ്യുവൽ പാനലാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ക്ലാവിസ് കിട്ടിയാണ്. ഈ ഒരു ചാർജിങ് യൂണിറ്റ്സ് ഒരു USB, അതുപോലെ തന്നെ ഒരു C പോർട്ട്, 12 വോൾട്ട് ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടി. ഇവിടെ ഒരു വയർലെസ് ചാർജ്, ഈ കാര്യങ്ങളും കിട്ടി. വ്യത്യാസം വന്നിരിക്കുന്ന ഈ ഒരു സെൻറ്റർ കൺസോൾ ഏരിയ ആണ്. സെൻറ്റർ കൺസോൾ ഏരിയയിൽ ഈ ഒരു ഐലൻഡ് പോലെ ഇരിക്കുന്ന ഈ ഒരു പാർട്ട്, അതിനകത്ത് നമ്മുടെ ഹാൻഡ് റെസ്റ്റ്, കപ്പ് ഹോൾഡേഴ്സ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പ് ഹോൾഡേഴ്സ്, കംപ്ലീറ്റ് കൺട്രോൾസ്, വെന്റിലേറ്റഡ് സീറ്റിൻ്റെ കൺട്രോൾസ്, പാർക്കിംഗ് സെൻസേഴ്സ്, 360 ഡിഗ്രി ക്യാമറ, ഹിൽ ഡിസൻ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓട്ടോ ഹോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വിച്ച് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലാവിസിൽ ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഇവിടെ ഒരു ഗിയർ നോബും കാര്യങ്ങളായിരുന്നു. ഇവിടെ ഒരു സൈഡിലൊരു പാനലിലായിരുന്നു കൺട്രോൾസ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഈ ഒരു ഐലൻഡിലേക്ക് കൺട്രോൾസ് വന്നു. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ക്ലാവിസിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു വ്യത്യാസം വന്നു എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ച് ഈ ഒരു ഡി ഷേപ്പ് നമ്മൾ സിറോസിലും കാരൻസിലും അല്ലെങ്കിൽ ക്ലാവിസിലും എല്ലാം കണ്ടിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതൊക്കെയാണ് വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ ഈ ഒരു പാരൽ ഷിഫ്റ്റിൻ്റെ സ്പേസിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് റീജനറേഷൻ്റെ വേണ്ടിയിട്ടുള്ള ആ ഒരു പാരൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾസാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് മെയിൻ വേറെ വ്യത്യാസം ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്. അതിൻ്റെ ഗിയർ സെലക്ടിങ് ഷിഫ്റ്റിംഗ് നമുക്കൊരു വളരെ ഭംഗിയായിട്ട്, ഞാൻ ഇതുവരെ കാണാത്ത രീതിയിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, EV സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ലുക്സ് നൈസ് ആക്ച്വലി. കുറച്ചും കൂടി ഈസിയാണ് കൺട്രോൾസ് വരുന്നത്. ഫ്രണ്ടിൽ 2 സീറ്റും പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് സീറ്റാണ്, ബാക്കിൽ വെന്റിലേറ്റഡ് സീറ്റ് അല്ല വരുന്നത്. ബോസിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങളുണ്ട്, ഫുൾ പാനറോമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ഈ ഒരു കാരൻസ് EVയിൽ ലഭിക്കുന്നുണ്ട്. സോ റിയർ സീറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാവിസ് EVയിൽ നമുക്കൊരു ട്രേ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വലിയ ബലമൊന്നുമില്ല, പക്ഷേ ചെറിയ എന്തെങ്കിലുമൊക്കെ ലാപ്ടോപ്പൊക്കെ വേണമെങ്കിൽ വെക്കാമെന്ന് മാത്രം. പക്ഷേ നമുക്ക് ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബർഗറൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കഴിക്കാമെന്ന് മാത്രം. പിന്നെ ഉള്ളതൊരു ഫോൺ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പോക്കറ്റ് നൽകിയിട്ട് 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. എയർ പ്യൂരിഫയർ ആണ്. എയർ പ്യൂരിഫയർ നമുക്ക് ക്ലാവിസിലും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഒരു സൺഷെയ്ഡ് നൽകിയിട്ടുണ്ട്. AC-യുടെ ബ്ലോവർ വരുന്നത് നമുക്ക് റൂഫിലാണ്. 2 സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തേർഡ് റോഡ് ആണെങ്കിലും റൂഫിൽ തന്നെയാണ് വരുന്നത്. പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ക്ലാവിസ് ആയിട്ട് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടില്ല. പിന്നെ ഒരെണ്ണമുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഈ സെൻറ്റർ കൺസോളിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് AC-യുടെ ബ്ലോവർ കിട്ടുന്നുണ്ട്. ബ്ലോവറിൻ്റെ താഴെ നമുക്ക് C-ടൈപ്പിൻ്റെ ചാർജിങ് പോർട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതാണ് നമുക്ക് EVയിൽ സ്പെസിഫിക് ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം. വെഹിക്കിൾ ടു ലോഡും വെഹിക്കിൾ ടു വെഹിക്കിളും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ചാർജിങ് സ്ലോട്ട്, 250 വാട്ട്സിൻ്റെ ഒരു AC ചാർജിങ് പോർട്ടാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പുറത്ത് ഉള്ള എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു EV ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അത് EV സ്പെസിഫിക് ആണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സീറ്റ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെയ്യാം. റിക്ലൈൻ ചെയ്യണമെങ്കിൽ ഇത്രയും നമുക്ക് റിക്ലൈൻ ചെയ്യാം. സോ കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള മറ്റൊരു കാര്യം ഇതിൻ്റെ ഫ്ലോറാണ്. ഫ്ലോർ ലെവൽ നമ്മൾ ക്ലാവിസ് ആയിട്ട് നോക്കുമ്പോൾ ഒരല്പം പൊങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗുണം കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലോർ കംപ്ലീറ്റ് ഫ്ലാറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിലെ ആ ടണലില്ല. അതുകൊണ്ട് തന്നെ 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നത്. ബാക്ക് സീറ്റിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് കിട്ടുന്നില്ല. പിന്നെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ ഇല്ല. കപ്പ് ഹോൾഡറിന് പകരം സൈഡിൽ നല്ല രീതിയിലുള്ള സ്പേസ് ബോട്ടിൽ വയ്ക്കാനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് നൽകുന്നില്ല. സോ തേർഡ് റോയിലേക്ക് പോകാനായിട്ട് ക്ലാവിസിലുണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ ഒരു 1 ടച്ച് ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് റോയിലേക്ക് പോകാം. തേർഡ് റോയിൽ ഇരിപ്പ് അത്ര കംഫർട്ടബിൾ ആവില്ല ഒരു മുതിർന്ന ആൾക്ക്. പക്ഷെ കുട്ടികൾക്ക് അത്യാവശ്യം സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം വേണമെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ഒരാളുണ്ടെങ്കിൽ കാലൊക്കെ പൊക്കി വെച്ച് ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു അഡൾട്ടിന്. പിന്നെ ഇവിടെ ഒരു C-ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മുകളിൽ തന്നെയാണ് ബ്ലോവർ നൽകിയിരുന്നത്. ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. സ്പേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കരം അല്ലെങ്കിലും കംഫർട്ടബിൾ ആണ്. സീറ്റ് ഹെഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇറങ്ങാനാണെങ്കിലും ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇറങ്ങുകയും ചെയ്യും. സോ ക്ലാവിസ് EV ഇതിൻ്റെ ഒരു ഡ്രൈവിൻ്റെ സമയത്ത് ആദ്യത്തെ എല്ലാവരുടെയും മനസ്സിൽ പോകുന്ന ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റി തന്നെയായിരിക്കും. പ്ലാറ്റ്ഫോം ഒന്ന്, പിന്നെ ഒന്നുള്ളത് റേഞ്ച്, പ്രൈസ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ നോർമൽ കേസിൽ ഒരു EV മേടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒത്തിരി കാര്യം. ഡെഫിനറ്റ്ലി ബ്രാൻഡ് ഓൾസോ മേക്ക് സം സെൻസ്. ക്ലാവിസിൽ നിന്ന് ക്ലാവിസ് EVയിലേക്കുള്ള ട്രാൻസിഷൻ ടൈമിൽ, അതായത് ഒരു ഐസിൽ നിന്നും EVയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോം ഒരു വലിയൊരു കൺസേൺ തന്നെയാണ്. മിക്ക ആളുകളും ചോദിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഒരു EV പ്ലാറ്റ്ഫോമിലാണോ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. എന്താണെങ്കിലും ഇത് ഐസിൽ ഉപയോഗിച്ച സെയിം പ്ലാറ്റ്ഫോമാണ്, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇൻ്റഗ്രേറ്റ്. ഇതിനകത്ത് തന്നെ ബാറ്ററി അതിൻ്റെ ഫ്ലോറിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഫ്ലോറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേസിൻ്റെ ഒരു മാനേജ്മെൻ്റ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അകത്തെ സ്പേസിനെ അതൊട്ടും ബോധർ ചെയ്യാൻ പറ്റില്ല. സോ സ്പേസിനൊന്നും വലിയ കാര്യമായിട്ട് ബോധർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ CG കുറയ്ക്കാൻ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറയ്ക്കാനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് തന്നെ ബാറ്ററി പാക്കെല്ലാം വെച്ചിട്ടാണ്, ഫ്ലോറിൽ തന്നെ വെച്ചിട്ടാണ് വന്നത്. സോ CG കുറവാണ്. നമ്മൾ നോക്കുമ്പോൾ വലിയ ഒരു ഡ്രൈവിങ്ങിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഐസ് മോഡലുമായിട്ട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഒരുപാട് കുറവ് വന്നിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. നോർമൽ കേസിൽ ബാറ്ററി പാക്ക് വരുമ്പോൾ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനും എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം വാഹനം ഒരു ബെറ്റ് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നേരത്തെ ഇപ്പോൾ ക്ലാവിസ് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് മോർ കംഫർട്ടബിൾ. ഇത് കുറച്ചും കൂടി ഒരു സ്റ്റിഫർ ഫീല് എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. സോ ഇതെല്ലാം കൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസിനെ ഒത്തിരി ഒരുപാടൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു EVയിലേക്ക് വന്നപ്പോൾ ഐസിൽ നിന്ന്. 2 ബാറ്ററി പാക്കിലാണ് നമുക്ക് ഇപ്പോൾ ക്ലാവിസ് EV വരുന്നത്. ഒരു 42 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിലും 51.4 കിലോവാട്ട് ബാറ്ററി പാക്കിലുമാണ് വരുന്നത്. അതിൽ 42 കിലോവാട്ട് എന്ന് പറയുന്നത് ലോവർ മോഡൽസിൽ ലോ റേഞ്ച് ആയിട്ട് വരുന്നു. അതിന് 404 കിലോമീറ്റേഴ്സാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന, എയറായി ക്ലെയിം ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു 42 കിലോവാട്ടിൻ്റെ നമുക്ക് റേഞ്ച് പറയുന്നത് 404 ആണ്. അത്രയൊന്നും കിട്ടാൻ സാധ്യത ഉണ്ടാവില്ലായിരിക്കാം. അതെനിക്ക് അറിയുകയില്ല, കാരണം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് 51.4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള EV ആണ്. അപ്പോൾ അതിന് ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 490 ആണ്. 490 കിലോമീറ്റേഴ്സാണ് ഒരു ക്ലെയിം റേഞ്ച് വരുന്നത്. അതിന് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് ഇപ്പോൾ 92% ആയി. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് 8% ആണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടഡ് തുടങ്ങി ഒരു 8% ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ 394 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു 8% ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു നമ്മുടെ ക്ലെയിമിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററോളം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ 490 എന്ന് പറയുന്ന ഒരു ARAI ക്ലെയിംഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു റിയൽ ലൈഫിലൊരു 400+, 420, 30 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു നോർമൽ ഡ്രൈവിലൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ഞാൻ എന്താണെങ്കിലും നല്ല രീതിയിൽ സ്പോർട്ട് മോഡൊക്കെ ഇട്ട് ഓടിച്ചു കുറച്ച്, അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ റേഞ്ച് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. എന്നാലും 490 ആണ് ക്ലെയിം ചെയ്യുന്നത്. ബട്ട് ഒരു 450, 430 ഒക്കെ കിട്ടാൻ സാധ്യത. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളതിൻ്റെ റേഞ്ച് ടെസ്റ്റ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കാം ഈ ഒരു ക്ലാവിസ് EVയിൽ. ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു കൂളിംഗ് ഇതിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്ററിൻ്റെ കൂളിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ലിക്വിഡ് കൂളിനാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഒരു എയർ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു ആക്റ്റീവ് എയർ ഫ്ലാപ്സും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു എയർ ഫ്ലോയിലും കൂടെ കൂടിയിട്ട് നമുക്ക് ബാറ്ററി കൂൾ ചെയ്ത് കിട്ടും. സോ എല്ലാ രീതിയിലും കൂളിംഗ് വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി അല്ലെങ്കിൽ നമ്മൾ ഓടുന്ന സമയത്ത് ചൂടായതുകൊണ്ട് നമ്മൾ പല വാഹനങ്ങളും കണ്ടിട്ടുണ്ട്. ഒരു ഈ എയർ കൂൾഡ് മാത്രമായി കഴിയുമ്പോൾ ബാറ്ററിയുടെ ആ ഒരു റേഞ്ചിനെ ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നത് ചൂടാകുമ്പോൾ തന്നെ. അപ്പം ഇത് ലിക്വിഡ് കൂൾഡ് ആയതുകൊണ്ട് ആ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത. ആ ഒരു റീസൺ കൊണ്ട് ഒരു ബാറ്ററിയിൽ അല്ലെങ്കിൽ റേഞ്ച് ഡ്രോപ്പ് ആവാൻ സാധ്യത ഞാൻ കാണുന്നില്ല. 2 ബാറ്ററി പാക്കിലാന്ന് ഞാൻ പറഞ്ഞു. ഈ 2 ബാറ്ററി പാക്കിനും പവറിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിനകത്ത് 42 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ആ ഒരു ബാറ്ററി പാക്കുള്ള EVയുടെ പവർ വരുന്നത് 133 HP പവറാണ് കിട്ടുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന 51.4 കിലോവാട്ടിൻ്റെ അല്ലെങ്കിൽ ഹൈ റേഞ്ചുള്ള, കൂടുതൽ റേഞ്ചുള്ള, എക്സ്റ്റൻഡഡ് റേഞ്ചുള്ള ഈ ഒരു വാഹനത്തിന് പവർ വരുന്ന ഏകദേശം 169 HP പവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ 255 ന്യൂട്ടൺ ടോർക്ക് ഉണ്ട്. ടോർക്ക് രണ്ട് ബാറ്ററി പാക്കിനും സെയിം ടോർക്കാണ് വരുന്നത്. ടോർക്ക് ഇസ് ഗുഡ്. 255 എന്ന് പറയുന്ന ടോർക്ക് ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. നല്ലൊരു ഇനീഷ്യൽ നമുക്ക് കിട്ടുന്നുണ്ട്. പവർ നമ്മൾ സ്പോർട്ടിലിടുമ്പോഴാണ് ഒരു ഭയങ്കര പവർഫുൾ ഫീൽ വരുന്നത്. അല്ലെങ്കിൽ ഒരു നോർമൽ ഈക്കോയിലാണെങ്കിൽ യു ഗെറ്റ് എ നോർമൽ ഒരു പവർ ഫീൽ ചെയ്യും. നമ്മൾ സാധാരണ ഇലക്ട്രിക് കാറിന്
പവർ കുറവ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഒരു കാരണവശാലും വരാറില്ല. കാരണം ആ ഒരു ഇനീഷ്യൽ തൊട്ട് നമുക്ക് ആ പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ഒരു ഇനീഷ്യൽ പവർ നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഫീൽസ് ഗുഡ്. സ്പോർട്ടിലിട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഫീൽസ് വെരി ഗുഡ്. ഇപ്പോൾ ഡ്രൈവ് മോഡ്സ് നമ്മൾ മാറ്റി, ഇപ്പോൾ ഇതാണ് നോർമൽ ഓക്കെ, ദാറ്റ് ഇനീഷ്യൽ ഇസ് ഗുഡ്. സ്പോർട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ദിസ് ദ പവർ. സോ ആ ഒരു പവർ നമ്മുടെ ഓവർടേക്കിംഗ് എല്ലാം സ്പോർട്ടിലിട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായി നമുക്ക് കിട്ടും. ഈക്വലിറ്റി കയറാൻ നോർമൽ പവർ. സോ ആ ഒരു പവറിൻ്റെ പ്രശ്നമൊന്നും ഈ നമ്പേഴ്സ് ആണെങ്കിൽ 169 ആണ് ഇതിൻ്റെ 69 HP ആണ് ഇതിൻ്റെ പവർ എങ്കിൽ പോലും ദാറ്റ് ഒരു പവർ ഡ്രോപ്പ് അല്ലെങ്കിൽ പവർ കുറവൊന്നും ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ടയർ സൈസ് രണ്ടിനും ഡിഫറെൻ്റ് ആണ്. 16 ഇഞ്ച് ആണ് നമുക്ക് കുറഞ്ഞ റേഞ്ച് ഉള്ളതിന് വരുന്നത്, അതുപോലെ കൂടിയ റേഞ്ച് ഉള്ളതിന് നമുക്ക് 17 ഇഞ്ച് വീൽസ് ആണ് ഇതിനകത്ത്. ഈ വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്ന വാഹനത്തിൽ വരുന്നത് 17 ഇഞ്ച് വീൽസ് ആണ്. പിന്നെയുള്ളത് ചാർജിങ്ങിൻ്റെ കാര്യമാണ്. ചാർജിങ് നമുക്ക് 11 കിലോവാട്ടിൻ്റെ AC ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന 11 കിലോവാട്ടിൻ്റെ ആണെങ്കിൽ നമുക്ക് ഒരു 10 to 100% ഒരു 4 hours നമുക്ക് ചെയ്യാൻ പറ്റും ആ കുറഞ്ഞ ബാറ്ററി പാക്കുകൾ. അതായത് 42 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ. അല്ലാത്ത പക്ഷം 51.4ൻ്റെ കൂടുതൽ എക്സ്റ്റെൻഡഡ് റേഞ്ച് ഉള്ളതിൻ്റെ ചാർജിങ് 11 കിലോവാട്ട് അവറിൻ്റെ AC ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഇറ്റ് ടേക്സ് അറൗണ്ട് 4.25 മണിക്കൂറോളം എടുക്കും 10 to 100% എത്താൻ. എന്നാൽ ഒരു 100 കിലോവാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജിങ് അത് ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. പക്ഷേ കെയുടെ ഷോറൂമിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ 100 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ, DC ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഒരു 10 to 80% ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഒരു 35, 39, 40 മിനിറ്റ്സിൽ താഴെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് കിയ. റീജനറേഷൻ ആണ് മറ്റൊരു ഫാക്ടർ. റേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരെണ്ണം റീജനറേഷൻ തന്നെയാണ് ഒരു ഇലക്ട്രിക് കാറിൽ. റീജനറേഷൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് പോലെ ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ വാഹനത്തിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ്. ഇത് ഇത് നമ്മുടെ റീജനറേഷനെ മാനേജ് ചെയ്യാനായിട്ടാണ്. റീജനറേഷൻ ഇതിനകത്ത് വരുന്നത് 3 സ്റ്റെപ്പിലാണ്. 3 സ്റ്റെപ്പിൽ റീജനറേഷൻ കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഐപെഡൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഐപെഡലാണെങ്കിൽ അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഐപെഡൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പിൽ ഇപ്പോൾ ഞാൻ ഐപെഡൽ ചെയ്ത് കഴിഞ്ഞാൽ, ഐപെഡലിൽ ലെഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഐപെഡലിലേക്ക് പോകും. ലെഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐപെഡൽ ഓൺ ആണ്. ദാറ്റ് മീൻസ് സഡൻ ആയിട്ട് നമുക്ക് ആ സ്റ്റെപ്പുകളൊന്നും ഇടണ്ട. സഡൻ ആയിട്ട് ദ കാർ വിൽ കംസ് ടു എ കംപ്ലീറ്റ് സ്റ്റോപ്പ്. ബ്രേക്ക് ചെയ്യാതെ കംപ്ലീറ്റ് സ്റ്റോപ്പിലേക്ക് വരും ഐപെഡലാണെങ്കിൽ. ഇനി അല്ലാത്ത പക്ഷം ഐപെഡൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ ഇത് റൈറ്റ് സൈഡിൽ നമുക്കത് പല സ്റ്റെപ്പ് വീതം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ 1 ടച്ച് നമുക്ക് ഐപെഡൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു പാഡൽ ഷിഫ്റ്റിൻ്റെ ലിവർ പ്രസ് ചെയ്താൽ മതി. ഇനി അല്ലാത്ത പക്ഷം റൈറ്റ് സൈഡിലെ ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് റീജനറേഷൻ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ക്ലാവിസ് EVയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഡ്രൈവിൻ്റെ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഈ സെലക്ട് നോബാണ്. വളരെ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഇതിൻ്റെ സെലക്ട് നോബ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു ഡിലേ ഒന്നും പല EVയിലും, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓടിച്ച ഒരു EVക്കകത്ത് ആ ഒരു നോബ് അത് ഗിയർ സെലക്ട് ചെയ്ത് വരാനായിട്ട് ഇറ്റ് ടേക്സ് ഫ്യൂ സെക്കൻഡ്സ്. ആ ഒരു ഫ്യൂ സെക്കൻഡ്സ് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് അത്. പക്ഷെ ഇതിനകത്ത് ഭയങ്കര ഫ്രീ ഫ്ലോയിങ് ആണ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് സെലക്ട് ആകും. അതുപോലെ തന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അത് രണ്ടിലും ഒരുമിച്ച് നമുക്ക് EV സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ആൻഡ് ഈ ഒരു സെലക്ട് നോബ് രണ്ടും ഒരേ ഒരു ലിവറിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ഗുഡ് ടു യൂസ്, കുറച്ചും കൂടെ ഈസി ടു യൂസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തെ സ്പേസും നമുക്ക് ഭയങ്കരമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതിൻ്റെ ഡിസൈൻ ടീമിന് ആക്ച്വലി വെൽ ഡൺ. പിന്നെ സീറ്റ്സ് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളതും, അതുപോലെ തന്നെ ബാക്ക് സീറ്റ് റിക്ലൈനിങ് മാത്രമാണ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് മാനുവലി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെയായിരുന്നു ക്ലാരിസിലും ഉണ്ടായിരുന്നത്. സസ്പെൻഷനാണ് മറ്റൊരു ഫാക്ടർ. സസ്പെൻഷൻ ഞാൻ ക്ലാവിസ് ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത് സസ്പെൻഷൻ ഇസ് വെരി സോഫ്റ്റ്. ഭയങ്കര ഒരു കംഫർട്ട് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ക്ലാവിസിൻ്റെ ഡ്രൈവ് സമയത്ത്. ഇറ്റ് വാസ് എ വെരി കംഫർട്ടബിൾ ഡ്രൈവ്. അതിൽ നിന്ന് EVയിലേക്ക് വന്നപ്പോൾ EV ഫീൽസ് മച്ച് മോർ സ്റ്റിഫർ, കുറച്ചും കൂടെ ഒരു സ്റ്റിഫർ ഫീൽ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഇതിനകത്ത് ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ ഹൈറ്റ് കൂടി, അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചൊന്ന് സ്റ്റിഫാക്കി. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ഈ ചെറിയ പോട്ട് ഹോൾസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സോഫ്റ്റ്നെസ് കുറച്ചു എന്നുള്ളതാണ് അതിന് കാരണം. ഒരുപാട് സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അടിമുട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ സ്റ്റിഫാക്കി കഴിഞ്ഞപ്പം കുറച്ചുകൂടെ ഡ്രൈവ് ഡൈനാമിക്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ദാറ്റ് നോർമലി ഹാപ്പൻ. സ്റ്റിഫാക്കി കഴിയുമ്പോൾ ഡൈനാമിക്സ് കുറച്ചും കൂടി ബെറ്റർ ആവും. പക്ഷേ ആ ഒരു കംഫർട്ടിൽ ചെറിയൊരു കുറവ് വന്നിട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കംഫർട്ടബിൾ അല്ല എന്ന് ഞാൻ പറയുന്നില്ല.
പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ വീൽസ് ടോപ്പ് എൻഡിൽ അല്ലെങ്കിൽ കൂടിയ ബാറ്ററി പാക്ക് ഉള്ള വാഹനത്തിൽ വീൽസ് വരുന്നത് 17-inch വീൽസ് ആണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ സ്റ്റിഫ്നെസ്സും കൂടെ കുറച്ചൊന്ന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നോർമൽ കേസിൽ കിയ ചെയ്യാറില്ല. അത് തന്നെയാണ് ഇപ്പം ക്ലാവിസ് EVയിലും ഉള്ളത്. ഒരു കോംപ്രമൈസ് ഇല്ല. 6 എയർബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. ലെവൽ 2-ൽ തന്നെ 20 ഡിഫറെൻറ്റ് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും അഡാസിൻ്റെ കണക്റ്റഡ് ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കിയ കണക്റ്റ് ഉണ്ട്. കിയ കണക്റ്റിലും നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഫോൺ ത്രൂ നമുക്ക് എല്ലാ EVയുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇലക്ട്രിക് കാറിൻ്റെ കാര്യങ്ങളെല്ലാം, നമ്മുടെ വാഹനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ കിയ തരുന്നുണ്ട്. സോ ഓവറോൾ ഫീച്ചർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രിറ്റി ഡീസൻ്റ് അല്ല, നല്ല രീതിയിൽ തന്നെയാണ്. ഡ്രൈവ് വൈസിലും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പം നമ്മൾ EV ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഫീൽസ് ഗുഡ് കാർ. അതുപോലെ തന്നെ ഒരു 6-seater ഓപ്ഷൻ വരുന്നില്ല, 7-seater ഓപ്ഷൻ ആണ് ഇതിനകത്ത് ഇപ്പോൾ വരുന്നുള്ളൂ. കാരണം കൂടുതലും കസ്റ്റമേഴ്സിന് വേണ്ടത് 7-seater ആണ് എന്നുള്ളൊരു ചിന്തയിലായിരിക്കണം. 6-seater വേണ്ട എന്നുള്ള ചിന്തയിൽ ഒരു പക്ഷേ നമുക്കൊരു 7-seater ഓപ്ഷൻ മാത്രമാണ് കിയ ഇപ്പോൾ ക്ലാരൻസ് EVയിൽ നൽകുന്നത്. ഇനിയുള്ളത് പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് ഒരു EVയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ ഒരു കസ്റ്റമർ ചിന്തിക്കുന്ന സമയം തൊട്ട് പ്രൈസിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പ്രൈസിങ്ങിൻ്റെ ഒപ്പം ഡെഫിനറ്റ്ലി ബ്രാൻഡും അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ചും ഒക്കെ ഫാക്ടറാണ്. പക്ഷേ പ്രൈസിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ക്ലാവിസ് EVയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 17.99 lakhs തൊട്ടാണ് അതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 24.49 lakhs ആണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. സോ പ്രൈസ് ഇസ് ഫ്രം 17.99 lakhs to 24.49 lakhs. ഇതാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് എക്സ്-ഷോറൂം വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപക്ഷെ ഒരു 7-seater വാഹനം എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. സോ പക്ഷേ ഒരു കസ്റ്റമറിന് ചിന്തിക്കുമ്പോൾ എത്ര കാലമായിട്ട് EV ഉണ്ട് ഒരു ബ്രാൻഡിൽ, അല്ലെങ്കിൽ കാരണം EVയുടെ പ്രോബ്ലംസ് ഇനീഷ്യലി ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂസോ ഗ്ലിച്ചസോ ഒന്നും വന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വിശ്വാസ്യത ആ ബ്രാൻഡിലുണ്ടാവും. സോ കിയയെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ദ ഫസ്റ്റ് ഒരു വോള്യൂം സെല്ലറായിട്ട് വരുന്ന ഫസ്റ്റ് വാഹനമാണിത്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയാൽ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഇൻ ദിസ് പ്രൈസ് റേഞ്ച് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.